അങ്ങനെ വന്നവരെല്ലാവരും സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ചടങ്ങായിരുന്നു. പക്ഷേ ചടങ്ങ് തുടങ്ങണതിൻ്റെ മുന്നേ തന്നെ സീറ്റ് പിടിക്കാൻ നേരത്തെ ഒരാൾ വന്നു. അല്ല, ഈ കല്യാണ വീട്ടിൽ പോയ കല്യാണ ചെറുക്കനാവണം. അവിടെ വേറെ അതാ ഞാനും ആലോചിക്കുന്നു. നമ്മൾ ആരാ മനസ്സിലായില്ല. ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. അങ്ങനെ ചിലവരൊക്കെ നേരത്തെ വന്ന് കസേര നേടിയത് കണ്ടപ്പോൾ നേട്ടം പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇതും നേടി. ആ നേട്ടത്തിലുള്ള സന്തോഷം പ്രധാനമന്ത്രി മറച്ചു വെച്ചില്ല. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷെ പ്രധാനമന്ത്രിയുടെ സന്തോഷം ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തു എന്ന് പറയാൻ വേണ്ടി മൂപ്പര് ശ്രമിച്ചതാണ്. പക്ഷെ ശരിക്കും ഉറക്കം പോയത് പരിഭാഷപ്പെടുത്തിയ മഹാന്റെയാണ്. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ അലയൻസ് എന്നാണ്. പരിഭാഷ ഒന്ന് കേട്ടോക്കി. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് എയർലൈൻസ് വഴി എയറിക്ക് കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തു. അദ്ദേഹം പല സ്ഥലത്തും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എങ്കിൽ ഈ ഒരു സ്ഥലത്ത്, അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഞാൻ അത് പിന്നെ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. मैसेज चला गया जहां जा रहा था. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള? എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം. മൂപ്പരാക്കിയാൽ മതിയെന്നു പരിഭാഷപ്പെടുത്താൻ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ നേരത്തെ വന്ന് സീറ്റ് പിടിക്കാനും ക്ഷണക്കത്തിലെ പരാതികൾ പരിഹരിക്കാനും കമ്മിറ്റിക്കാർ ഇനി എന്തൊക്കെ പരിപാടിയാണ് ആസൂത്രണം ചെയ്യണത് എന്ന് കാത്തിരുന്ന് കാണാം.